മഹാബലിയുടെ പുത്രനും പരമേശ്വര ഭക്തനും സഹസ്രബാഹുക്കളോട് കൂടിയവനായ ബാണാസുരന്റെ പുത്രിയും പൂജ്യയുമായ ഉഷയാകട്ടെ അങ്ങയുടെ പൗത്രനും മുമ്പ് കണ്ടിട്ടില്ല അനിരുദ്ധനെ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ട് വിരഹ ദുഃഖത്തിൽ അപ്പൊ മനസ്സിലാക്കുക, ഉഷ എന്താണ്? അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം അത്ര സൗന്ദര്യത്തോടു കൂട്ടിയ സ്വന്തം അവനെ പിന്നീട് സ്വപ്നത്തിൽ കണ്ടു ഉണർന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? നഷ്ടമായി പോയി. അപ്പോ അതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അപ്പോ ബാക്കി ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ച ചെയ്യാം മൂന്നാമത്തെ ശ്ലോകം. ശ്രദ്ധിച്ചോളൂ, മൂന്നാമത്തെ ശ്ലോകം ആദ്യത്തെ 2 വരികള്. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ ആണ് 1ഉം 2ഉം വരികൾ. നമോ ഭഗവതേ വാസുദേവ. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ. നമുക്ക് ചർച്ചയാം. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ. ഇതാണ് 1ഉം 2ഉം വരികള്. മൂന്നാമത്തെ വരിയും ശ്രദ്ധിക്കാം. 3ഉം 4ഉം വരികള്. തത്രാ നിരുദ്ധമുഷയാ വിദിതം നിശായാ ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ഇതാണ് 3ഉം 4ഉം വരികള്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ചോദിച്ചു നോക്കാം. തത്രാ നിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ട യോഗബലതോ ഭവതോ നികേതാത്. ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തത്രാ നിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ആണ് 3ഉം 4ഉം വരികൾ. ആ മൂന്നാമത്തെ ശ്ലോകം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖീ വിലിഖതി തരുണാനശേഷാൻ. തത്രാ നിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ഇതാണ് 3ാമത്തെ ശ്ലോകം. അപ്പൊ 3ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് പറയുന്നത്? ഉഷയുടെ തോഴിയായ ചിത്രലേഖ വലിയ യോഗശക്തിയുള്ളവരായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? തസ്യാ സഖി ചിത്രലേഖ. ഉഷയുടെ തോഴിയായ ചിത്രലേഖ അതീവ കുശല യോഗിനി ഖലു. വളരെയധികം സാമർഥ്യമുള്ള ഒരു യോഗിനി തന്നെയായിരുന്നു. അശേഷാൻ തരുണാ വിലിഖതി. അവൾ എന്ത് ചെയ്തു? അവൾ ലോകത്തിലെ സകല യുവാക്കളെയും ചിത്രത്തിൽ വരച്ചു കാട്ടി. എന്ത് ചെയ്തു? വിലിഖതി തരുണാൻ. ഭൂമിയിലുള്ള ഇല്ല. അപ്പം എന്താണ്? തൻ്റെ ായ അല്ലെങ്കിൽ രാജകുമാരിയായ ഉഷ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ ഒരു പുരുഷനെ കണ്ടു. അപ്പൊ എത്ര നല്ല തോഴിയാണുള്ളത്. ചിത്രലേഖ എന്ത് ചെയ്തു? വലിയ യോഗശക്തി ഉള്ളവളാണ്. ചിത്രലേഖ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും എന്ത് ചെയ്തു? ആലേഖനം ചെയ്തു, ചിത്രം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഉഷയോട് ഓരോരുത്തരെ കാണിക്കുക. ഈ ആളാണോ, ഈ ആളാണോ, ഈ ആളാണോ എന്ന് എന്ത് ചെയ്തു? ഉഷയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉഷ എന്ത് ചെയ്യും? അല്ലല്ല, മൂക്കിങ്ങനല്ല, കണ്ണിങ്ങനല്ല, മുട്ടി ഇങ്ങനല്ല, അങ്ങനെ എന്താ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? ഉഷയുടെ മുമ്പിൽ ചിത്രലേഖ ഇപ്രകാരം ഓരോരുത്തരെയും വരച്ചു കാട്ടി. തത്ര ഉഷായാ വിദിതം. അതിൽ ഉഷ തിരിച്ചറിഞ്ഞ എന്ത് ചെയ്തു? അങ്ങനെ അവസാനം ഒരാളെ കാണിച്ചപ്പോ എന്ത് പറ്റി? ഉഷ അതെ, ഇയാളാണ് എന്ത് ചെയ്തത്? ഞാൻ സ്വപ്നത്തിൽ കണ്ട ആള്. അനിരുദ്ധം നിശായാം യോഗബലത. അനിരുദ്ധനെ എന്ത് ചെയ്തു? അനിരുദ്ധനെ തിരിച്ചറിഞ്ഞു. അപ്പൊ എന്തു പറ്റി? അപ്പം അങ്ങനെ ചിത്രലേഖയ്ക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ചിത്രലേഖയ്ക്ക് നിരവധി യോഗശക്തികളോട് കൂടിയവളാണ് ചിത്രലേഖ.
ചിത്രലേഖ എന്ത് ചെയ്തു? ആളാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് യോഗബലതോ ഭവതോ നികേതാത് നിശായ വിദിതം. അപ്പൊ എന്ത് ചെയ്തു? നിശായാം, രാത്രിയിൽ എന്ത് ചെയ്തു? നഷ്ടം. യോഗശക്തി ഉപയോഗിച്ച് ആ കണ്ട ആളിനെ, കണ്ടത് ആരെയാണ്? അനിരുദ്ധനെയാണ് കണ്ടത്. ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധനെ എന്ത് ചെയ്തു? കണ്ടു. അപ്പം അനിരുദ്ധനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആൾ ആരാണെങ്കിലും ഇവിടെ വരട്ടെ, നേരെ കണന്റെ കൊട്ടാരത്തിലേക്ക് വരട്ടെ എന്ന് ആര് തീരുമാനിച്ചു? ചിത്രലേഖ തന്റെ യോഗശക്തികൾ കൊണ്ട് തീരുമാനിച്ചു. അപ്പം യോഗശക്തികൾ പ്രധാനമായിട്ടും 8 തരം സിദ്ധികളാണ് എന്ത് ചെയ്തത്? അഷ്ടസിദ്ധികൾ എന്നാണ് അറിയപ്പെടുന്നത്. 8 തരം സിദ്ധികളാണ് യോഗശക്തികൾ. ഏതൊക്കെയാണ് അത്? ആർക്കെങ്കിലും പറയാം ഓർഡറില്? ഒന്നാമത്തേത് അനിമ, മഹിമ, ലഘിമ, ഗിരിമ, പ്രാപ്തി, പരാകാമ്യ, ഈശ്വത, വശ്യത പറഞ്ഞിട്ട് 8 തരം യോഗശക്തികളാണ് എന്ത് ചെയ്തത്? സിദ്ധികളാണ് ഉള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്നൊരല്പം പരിശോധിക്കാം. അപ്പം ഈ പറഞ്ഞ യോഗശക്തികളൊക്കെ ഉള്ള ആളാണ് ആര്? ഈ പറഞ്ഞ ചിത്രലേഖ. അപ്പം യോഗശക്തികളെ കുറിച്ചും അത് പ്രകാരം അതിലേക്ക് പ്രാപ്യമാവുന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു പറയാം. അപ്പൊ എന്തൊക്കെയാണ് ഈ 8 സിദ്ധികളെന്ന് നമുക്ക് ചെയ്യാം. അനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാകാൻ കഴിയുക. അപ്പൊ നമുക്ക് പരിശോധിച്ച് ഈ 8 സിദ്ധികളും ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് 8 ശക്തികളും എന്തുണ്ട്? അദ്ദേഹത്തിനുണ്ട്. അപ്പോ അനിമ, വളരെ ചെറുതാകാനുള്ള കഴിവുണ്ട്. ആർക്കുണ്ട്? അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അനിമ. പിന്നെന്താണുള്ളത്? മഹിമ, വലുതാകാനുള്ള ശക്തി. കുഞ്ഞതാകാനും കടുകുമണിയോളം ചെറുതാകാനും പർവ്വതം പോലെ വലുതാകാനും എന്തുണ്ട്? അദ്ദേഹത്തിന്. മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാകുന്നത് പോലെ തന്നെ ശരീരം വിപുലമാക്കുക, വലുതാവുക. പിന്നെന്താ ഉള്ളത്? ലഘിമ, ഭാരം കൂട്ടുക. ശരീരത്തിന്റെ ഭാരം വളരെയധികം കൂട്ടാനുള്ള കഴിവ്. അപ്പം നമുക്കറിയാം ഭീമൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് പറ്റി? നോക്കടാ നമ്മുടെ മാർഗി കിടക്കുന്ന മർക്കടാ നീ എന്ന് മാറിക്കിടാ ഷടാ എന്ന് പറഞ്ഞ സമയം എന്ത് ചെയ്തു? വാലാണ് എന്ത് ചെയ്തത്? ആഞ്ജനേയ സ്വാമി വഴിയിലോട്ട് വാല് എന്നിട്ട് പറഞ്ഞു എന്ത്? ആ വാലൊന്ന് പൊക്കി മാറ്റിയിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. അതെന്താ? ലഘിമയാണ്. അദ്ദേഹത്തിന്റെ കഴിവാണ് എന്ത്? ശരീരത്തിന്റെ ഭാരം ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. ഈ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എന്ത് ചെയ്തു? ലഘിമ. മൂന്നാമത്തെ ഗുണമാണ് ലഘിമ. പിന്നെന്താണ്? ഗരിമ. എന്ത്? വളരെ ലഘിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കുറയ്ക്കാനുള്ള കഴിവ്. അദ്ദേഹത്തിന് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പറന്നാണ് എന്ത് ചെയ്തത്? ലങ്കയിലേക്ക് വിട്ടത്. ഗരിമയാണ് എന്ത്? ഭാരം കൂട്ടാനുള്ള കഴിവ്. ലഘിമ എന്ന് വെച്ചാൽ ലഘുവാവുക. ഗരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. വളരെയധികം ബലവാനും ശക്തിമാനും ആവാനുള്ള, ഇഷ്ടാനുസരണം ഭാരം വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. എന്താണ്? പ്രാപ്തി. ഇപ്പൊ നമ്മൾ ചിത്രലേഖയുടെ വിഷയത്തിൽ പറഞ്ഞത് പ്രാപ്തി. ഇഷ്ടമുള്ള എന്ത് സാധനവും എന്ത്? ആ നിമിഷം പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ്. നമുക്ക് എന്ത് വേണം? ആപ്പിൾ വേണമെന്ന് തോന്നുക, ആ നിമിഷം എന്ത് ചെയ്യും? ആപ്പിൾ വരും. ഓറഞ്ച് വേണമെന്ന് തോന്നുക, ആ നിമിഷം വരും. അപ്പൊ ഇതാണ് എന്ത്? പ്രാപ്തി എന്ന് പറയുന്നത്. പിന്നെന്താണ്? പ്രാകാമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തടസ്സമില്ലാതെ ഇച്ഛാനുസരണം സാക്ഷി വരിക്കാനുള്ള കഴിവ്. അതായത് എന്ത്? വരങ്ങൾ നേടുക, ഭഗവാൻ ഈശ്വര പ്രാപ്തി, അല്ലെങ്കിൽ ദേവന്മാരുടെ സ്വർഗാദി ലോകങ്ങളിലേക്ക് പോവുക മുതലായവയാണ് എന്ത്? പ്രാകാമ്യ. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷമാകാനുമുള്ള കഴിവ് പ്രാകാമ്യ. എന്താണ്? ഈശിത്വ എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതിയെ കൺട്രോൾ ചെയ്യുക. മഴ പെയ്യണമെന്ന് തോന്നുന്ന സമയം മഴ പെയ്യും, വെയിൽ വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെയിൽ വരും, മഴയും വെയിലും ഒരുമിച്ച് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വരും. അങ്ങനെയൊക്കെയുള്ള സിദ്ധിയാണ് എന്ത്? ഈശിത്വ എന്ന് പറയുന്നത്. പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള കഴിവ്. പിന്നെന്താണ്? വശിത്വ, മനസ്സുകളെ വശീകരിക്കാനുള്ള കഴിവ്, അഥവാ ആളുകളെ അനുസരിപ്പിക്കാനുള്ള, മനസ്സിനെ നിയന്ത്രിക്കാൻ, മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് വശിത്വം. ഇത് 8 എണ്ണമാണ് എന്ത്? അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്. അപ്പം സിദ്ധയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ, അതായത് നമ്മളുടെ ശരീരത്തിനെ നിയന്ത്രിക്കുക വഴി എന്ത്? ഈ സിദ്ധികളെല്ലാം നേടിയെടുക്കാൻ നമുക്ക് ശാസ്ത്രം പഠിച്ച നിരവധി യോഗികൾ എന്തുണ്ട്? പ്രകാരം ഈ ഗുണങ്ങളോട് കൂടിയവർ ആയിരുന്നു. അപ്പോ ഇതാണ് എന്ത്? അഷ്ടസിദ്ധികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ചിത്രലേഖ എന്ത് ചെയ്തു? ഈ പറഞ്ഞതിലെ എന്ത് ചെയ്തു? പ്രാപ്തി എന്ന് പറഞ്ഞ സിദ്ധിയാണ് എന്ത് ചെയ്തത്? യൂസ് ചെയ്തത്. പ്രാപ്തി എന്ന് പറഞ്ഞ സിദ്ധി യൂസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റി? അനിരുദ്ധനെ അവിടുന്ന് കൊട്ടാരത്തിൽ എതിർക്കളുടെ മധ്യത്തിൽ നിന്നും
വാണന്റെ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്തു വന്നു. അപ്പം ഇത്തരത്തിലുള്ള കഴിവുള്ള ആളായിരുന്നു ആര്? ചിത്രലേഖ. അപ്പോ അതാണ് എന്ത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാന്യാം ആനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. യോഗീന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ആണ് മൂന്നാമത്തെ ശ്ലോകം. അപ്പം ആരെങ്കിലും രണ്ടുമൂന്ന് മാതാജിമാരൊന്ന് ചൊല്ലി നോക്കൂ. ഹരേ കൃഷ്ണ. സാധ്യമാകുന്നവരൊന്ന് ചൊല്ലി നോക്കുക. ഹരേ കൃഷ്ണ ബ്രോ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗന്യാദീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖി വിലഖതി തരുണാനശേഷാൻ തത്ര നിരുദ്ധമുഷയാ വിദിതം നിശായ അനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. ഹരേ കൃഷ്ണ ബ്രോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആ. യോഗിന്നതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഹി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധ ഉഷയാ വിദിതം നിശായ ആനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ധന്യവാദ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗേന്യധിപ കുശല ഖലു ചിത്രലേഖാം തസ്യ സഹി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായ മാനേഷ്ടയോഗബലദോ ഭവതോ നികേതാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കുശലാ ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായ ആനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. ഹരേ കൃഷ്ണ. ആരാണ് ചോദ്യം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. യോഗീന്യതീവ കുശലാ ഖലു ചിത്രലേഖ തസ്യാം സഹി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായ മാനേഷ്ടയോഗബലദോ ഭഗവതോ നികേതാത്. ഹരേ കൃഷ്ണ. മാതാജി എത്രാമത്തെ ദശകവാ? ഹരേ കൃഷ്ണ. 82. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ. ചൊല്ലിക്കോളൂ. യോഗിന്നതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഹി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായ ആനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ഈ ഹരേ കൃഷ്ണ. മാക്സിമം 5 പേര് മതി. ഹരേ കൃഷ്ണ. കൃഷ്ണ വായിക്കട്ടെ. ചൊല്ലിക്കോളും മാതാജി, ചൊല്ലിക്കോളും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യാ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാനിരുദ്ധ ഉഷയാ വിദിതം നിശായ മാനേഷ്ടയോഗബലദോ ഭവതോ നികേതാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാക്സിമം 5 പേര് വെച്ച് പോയാലേ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. എല്ലാരും കൂടെ വന്നാലേ അടുത്തതിൽ 5 പേർക്ക് അവസരം കൊടുക്കാം. ഹരേ കൃഷ്ണ. അതെ അതെ ഹരേ കൃഷ്ണ. അപ്പം 5 പേര് കേട്ടോ. അപ്പൊ നമുക്ക് 4ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. ഹരി ശ്രദ്ധിച്ചോളൂ.
കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ. ഒന്നും രണ്ടും വരികള്. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ. ഇതാണ് ഒന്നും രണ്ടും വരികള്. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ. ഒന്നും രണ്ടും വരികള്. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർമബന്ധൗ. രണ്ടും വരികള്. മൂന്നാമത്തെ വരി മൂന്നും നാലും വരികളും ശ്രമിക്കാം. ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധോ. ഇതാണ് മൂന്നും നാലും വരികളും. ഒന്നുകൂടെ ശ്രമിക്കാം. ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർ നിരുന്ധാഹ. അതാണ് മൂന്നും നാലും വരികൾ. ഒന്നുകൂടെ ശ്രമിക്കാം. ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർ നിരുന്ധാണ് മൂന്നും നാലും വരികൾ. അപ്പൊ നമുക്ക് ശ്ലോകം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കാം. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം ഒരാടെ മൈക്ക് പോണം കേട്ടോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി ശർവബന്ധൗ ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈസ് ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാ. ഇതാണ് നാലാമത്തെ ശ്ലോകം. ഇതാണ് നാലാമത്തെ അർത്ഥം. കൃഷ്ണ. നാലാമത്തെ കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം. എന്താണ് പറഞ്ഞ? അന്തപുരത്തിൽ പ്രിയതമയായ ഉഷയോടൊത്ത് സുഖമായി വസിച്ചിരുന്ന ഏനം ശർവബന്ധവു, ഈ അനിരുദ്ധനെ, ഇപ്രകാരമുള്ളവനെ, ശർവബന്ധവു കഥഞ്ജന ബബന്ധുഷി, ശിവഭക്തനായ ബാണാസുരൻ. ശർവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ, മഹാദേവന്റെ മറ്റൊരു പേരാണ് ശർവൻ. അപ്പം ശർവന്റെ ഭക്തനായ ശർവബന്ധവു കഥഞ്ജന ബബന്ധുഷി, ഇത് പറ്റി എങ്ങനെയോ ബന്ധനാക്കി. ബാണൻ എന്ത് ചെയ്തു? ഉഷയോടുകൂടി ഇപ്പം ചിത്രലേഖ എന്ത് ചെയ്തു? അനിരുദ്ധനെ മോഷ്ടിച്ചുകൊണ്ട് അപ്രത്യക്ഷനാക്കി എന്ത് ചെയ്തു? ബാണന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. അങ്ങനെ ബോധരഹിതനായി കൊട്ടാരത്തിലെത്തിയ അനിരുദ്ധൻ ആരോടൊപ്പം ശയിച്ചു? ഉഷയോടൊപ്പം ശയിച്ച് കിടക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ആര് വന്നു? ബാണൻ വന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന ശർവബന്ധുവായ ശിവഭക്തനായ ബാണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ ബന്ധിയാക്കി, അനിരുദ്ധനെ ബന്ധിയാക്കി. എന്ത് ചെയ്തു? അപ്പം ഈ വിവരം ശ്രീനാരദോക്ത തദുദന്ത ദുരന്തരോഷൈ, നാരദ മഹർഷി വഴി ഈ വാർത്തയെ അറിഞ്ഞ് ത്വം യദുഭി തസ്യ ശോണിതപുരം എന്ത് ചെയ്തു? ശക്തമായ കോപത്തോടുകൂടി അങ്ങ് യാദവരോടൊപ്പം അവന്റെ നഗരമായ ശോണിതപുരത്ത് എത്തി. അപ്പൊ അന്തപുരത്തിൽ കഴിഞ്ഞിരുന്ന അനിരുദ്ധനെ ബാണാസുരൻ പിടികൂടി ബന്ധനസ്ഥനാക്കി. നാരദൻ വഴി വിവരമറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ അതികോപത്തോടൊപ്പം യാദവ സേനയുമായി ചെന്ന് ബാണന്റെ നഗരം ഉപരോധിച്ചു. എന്ത് ചെയ്തു? ഭഗവാൻ നേരെ എന്ത് ചെയ്തു? യദു സേനയുമായിട്ട് ചെന്ന് ബാണന്റെ നഗരത്തിനെ. അപ്പം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിവരം, ഈ ബാണാസുരൻ ആരാണ്? യഥാർത്ഥത്തിൽ ശർവബന്ധുവാണ്, ശിവന്റെ വളരെ വലിയൊരു ഭക്തനാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ 1000 കൈകളോട് കൂടിയിട്ടുള്ള ഈ ബാണന്റെ വലിയൊരു ധൈര്യം. എന്താണ്? എന്തും ചെയ്യാം, ആരെ ഒന്നും ചോദിക്കൊന്നും വേണ്ട. നീ എന്താ ഇവിടെ കിടക്കുന്നത്? നീ എങ്ങനെ വന്നു ഇവിടെ എന്നുള്ള ചോദ്യമൊന്നുമില്ല അനിരുദ്ധനോട്. നേരെ എന്ത് ചെയ്തു? ധനസ്ഥനാക്കി കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോ ഇതാണ് എന്ത്? ആ ഒരു ശക്തി. നമുക്ക്
അർഹതയില്ലാതെ കിട്ടുന്ന ഓരോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന്റെ കാരുണ്യമായിരുന്നു എന്ത് ബാണന് കൊടുത്ത വരം. മഹാദേവൻ അതീവ കാരുണ്യവാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഷ്ണവാനാം ഇതി ശംഭുനാം എന്ന് പറയും. സർവോത്തമനായ വൈഷ്ണവനാണ്. വൈഷ്ണവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? കാരുണ്യമാണ്. കർപ്പൂര ഗൗരം കരുണാവതാരം സംസാരസാരം ഭുജകേന്ദ്രഹാരം. ഭുജകം എന്താണ്? പാമ്പിനെ കൊണ്ട് മാല ധരിച്ചിരിക്കുന്ന ആള് എന്താണ്? കർപ്പൂരം പോലെ സുന്ദരമായ പ്യൂറാണ്. കർപ്പൂരം പോലെ പ്യൂറായിട്ടുള്ള ശുദ്ധമായതും കരുണയുടെ അവതാരവുമാണ് ആര്? മഹാദേവൻ. അത്ര കാരുണ്യമാണ് എല്ലാവരോടും. ആര് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും? ആരാ ചോദിക്കുന്നതൊന്നുമില്ല. കാരണം സർവത്യാഗി ആയതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാം എടുത്തോ, നീ എല്ലാം എടുത്തോ, നീ അതെടുത്തോ ഇതെടുത്തോ. ആരാ ചോദിക്കുന്നതെന്നൊന്നും എന്തില്ല, ഒരു ചിന്തയില്ല. രാവണന് കൊടുത്തു, ഓക്കെ നീ എന്നാ എടുത്തോ, ചന്ദ്രഹാസൻ നീ എടുത്തോളൂ. ഭസ്മാസുരൻ ചോദിച്ചു, എനിക്കിങ്ങനെ എല്ലാവരും തൊട്ട് തൊട്ട് ഭസ്മമാക്കുന്ന വരം വേണം, ഓക്കെ നീ തന്നെ എടുത്തോ. അവസാനം എന്ത് പറ്റി? എനിക്ക് മഹാദേവനെ തൊടണമെന്ന് പറഞ്ഞ് പുള്ളി പുറകെ കൂടി. അപ്പം ബാണൻ എന്തോ പറഞ്ഞു? ബാണൻ പറഞ്ഞു, ഓക്കെ നല്ല വരം, ഞാൻ അങ്ങയുടെ ഭക്തനാണോ, ഓക്കെ നിനക്ക് എന്ത് വരം വേണ്ടത്? അങ്ങ് എന്ത് വേണം? എനിക്ക് കാവല് നിൽക്കണം എന്നുള്ള വരം. അതിലേക്കാണ് വരുന്നത്. അപ്പം മഹാദേവന്റെ കാരുണ്യം അത്ര വലുതാണ്. അപ്പം ശിവരാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ വിഷയം നേരം ചെയ്യാൻ സാധിച്ചതും വലിയ ഭഗവാന്റെ മഹാദേവന്റെ വലിയ കാരുണ്യമാണ്. അപ്പോ ഒരു വൈഷ്ണവൻ, ഉത്തമനായ ഒരു വൈഷ്ണവൻ എപ്രകാരമാകണം? മഹാദേവന് വൈഷ്ണവാനാം ഇതി ശംഭനാം. 12 മഹാജനങ്ങൾ ഭഗവാന്റെ ഉത്തമരായ ഭക്തരിൽ ഉത്തമനായ ഭക്തനായിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? മഹാദേവനെ. അപ്പോ ഏറ്റവും അധികം ബഹുമാനമാണ് ആരോട്? അപ്പോ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 4-ാമത്തെ കന്യാകുമാരി ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബുന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്ത തതുദന്ത ദുരന്ധരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർ നിരുന്ധ. 4-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ചു. നാലാമത്തെ ശ്ലോകം ചൊല്ലണ്ടേ? ചൊല്ലിക്കോളും മാതാജി. അല്ല, വേറെ ആൾക്കാർ, ഞാൻ ആദ്യം ചൊല്ലിയതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ചൊല്ലട്ടെ? 3 പേര്. ഭഗവതേ വാസുദേവായ. കന്യാപുരേ ദയിതയ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി സർവബന്ധോ ശ്രീനാരദോക്ത തതുദന്ത ദുരന്തരോഷേ ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ മനോഹരമായിട്ട് ചൊല്ലി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു ചൊല്ലിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈന്യം കഥഞ്ച ബബുന്ധുഷി സർവബദ്ധോ ശ്രീനാരദോക്തതനതു ദുരന്തരോഷൈ സ്തന്യം തസ്യ ശോണിതപുരം യദുഭിർനിരുദ്ധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജന ബബന്ധുഷി സർവബന്ധോ ശ്രീനാരദോക്തദുരന്തരോഷേ തം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചോളൂ. 5-ാമത്തെ ശ്ലോകം. പുരീപാലശൈലപ്രിയദുഹി ത്രിനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർ യദുബലമശങ്കം നിരുരുധേ. 2 വരികൾ എന്നോട് ശ്രദ്ധിച്ചേ. പുരീപാല ശൈലപ്രിയദുഹി ത്രിനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർ യദുബലമശങ്കം നിരുരുധേ. ഇതാണ് 1-2 വരികള്. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർ യദുബലമശങ്കം നിരുരുധേ. ഇതാണ് 1-2 വരികള്. 3-4 വരികളൊന്ന് ശ്രദ്ധിക്കാം. മഹാപ്രാണോ ബാണോ ജഡതി യുയുദ്ധാനേന യുയുദ്ധേ. 3-ാമത്തെ വരി. 4-ാമത്തെ വരി ചോദിച്ചേ.
33-ാമത്തെ വരുന്നോട് ശ്രദ്ധിക്കേ. മഹാപ്രാണോ ബാണോ ഝടിതി യുയുദ്ധാനേന യുയുദ്ധേ. 3-ാമത്തെ വരി. 4-ാമത്തെ വരി ചെയ്യേ. ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗടിഷേ. 4-ാമത്തെ വരി. 3-4 വരികൾ ഒരുമിച്ച് ചൊല്ലി നോക്കാം. മഹാപ്രാണോ ബാണോ യുയുദ്ധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗടിഷേ. ഇതാണ് 3-4 വരികൾ. 5-ാമത്തെ ശ്ലോകം ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കാം. പുരീപാലശൈല പ്രിയദുഹി ത്രിനാഥോസ്യ ഭഗവാൻ സമം ഭൂതഭ്രാതൈർ യദുബലമശംഗം നിരുരുധേ. മഹാപ്രാണോ ബാണോ ഝടിതി യുദ്ധാനേന യുയുദ്ധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗടിഷേ. 5-ാമത്തെ ശ്ലോകം. 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അസ്യ പുരിപാലാഹ, ആ നഗരത്തിന്റെ കാവൽക്കാരനായ ശൈലപ്രിയ ദുഹിത്രനാഥ. ശൈലപ്രിയ അതായത് എന്ത്, പാർവതീദേവിയുടെ ഭർത്താവായ മഹാദേവൻ ഭൂതവ്രാതൈ സമം, ഭൂതഗണങ്ങളോടൊത്ത് യദുബലം അശങ്ക നിരുരുധേ, യാദവസേനയെ ഭയമില്ലാതെ എതിർക്കും. ബാണന്റെ നഗരത്തിന്റെ കാവൽക്കാരൻ ആരാണ്? മഹാദേവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് എല്ലാവരോടും കാരുണ്യമാണ്. അപ്പം തന്റെ ഭക്തൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ അനുസരിക്കും. അതുപോലെ ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കാരണം ത്യാഗിയാണ്. ഒന്നിനോടും എന്തില്ല, പ്രത്യേകിച്ച് ആകെ ആ ശ്രീകൃഷ്ണ പത്മപാദങ്ങളും ധ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും മനത്തിൽ എന്ത് ചെയ്യും? ഒന്നും എല്ലാം ത്യജിച്ചുകൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന ആളാണ് മഹാദേവൻ. അപ്പൊ അദ്ദേഹത്തിന് എന്തില്ല, പ്രത്യേകിച്ച് മുകളിലത്തെ സ്ഥാനമോ താഴത്തെ സ്ഥാനമോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരോടും കാരുണ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ശ്രദ്ധ ഭക്തന്മാർക്ക് മാത്രം, ഭക്തന്റെ ഒരു വലിയ ലക്ഷണമാണ് എന്ത്? കാരുണ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തില്ല, അത്തരം വലിയ സ്ഥാനങ്ങളോ വലിയ പദവികളോ ഒന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ക്ലാസ്സില് ഞാന് ഏകദേശം 9-10 വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന, നിരന്തരം ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. അപ്പോ ചെറുതും വലുതുമായിട്ടുള്ള ഗീതാ ക്ലാസ്സുകളും മറ്റു ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും കൃത്യനിഷ്ഠയും എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്, ഇപ്പൊ ഞാൻ കൃത്യനിഷ്ഠയും ശ്രദ്ധയും ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ക്ലാസ്സിന് ആള് വരും, എന്നിട്ട് എനിക്ക് തോന്നുന്ന പോലെ വരുന്നെങ്കിൽ പിന്നെ ക്ലാസ്സിന് അങ്ങനെ ആള് വരത്തില്ലല്ലോ. ഇത്രയും തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കത്തില്ല. ഇതിൽ അങ്ങനെ കഴിവതും ഒരു 99% നമുക്ക് അറിയത്തില്ല, നമ്മൾ ക്ലാസ് മറക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഞാൻ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്തു? താമസിച്ചു. അപ്പം 8 മണിയുടെ ക്ലാസ് ഞാൻ 8:10 ജോയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നിങ്ങളെ. അപ്പം ഈ ആഴ്ച ആയി കഴിഞ്ഞപ്പം വെള്ളിയാഴ്ച രാവിലെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോള്. രത്നമാതാജി എന്നെ രാവിലെ വിളിച്ചിരുന്നു. പ്രഭു, ഇന്ന് വെള്ളിയാഴ്ചയാ, വൈകുന്നേരം നാരായണീയം ക്ലാസ് ഉണ്ട് കേട്ടോ, മറക്കല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ മാതാജി, ഉണ്ട്, ഓർമ്മയുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ബിന്ദുപ്രഭ മാതാജി, പ്രഭു മറക്കല്ലേ, 8 മണിയാകുമ്പോ നാരായണീയം ക്ലാസ് ഉണ്ട്, മറക്കല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ മാതാജി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീജ മാതാജി, പ്രഭു പിന്നെ 8 മണിയാകുമ്പോ നാരായണ, എനിക്ക് ഓർമ്മയുണ്ട് മാതാജി, 8 മണിയാകുമ്പോ. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവി പ്രദീപ് മാതാജി വിളിച്ചു, പ്രഭു 8 മണിയാകുമ്പോ നാരായണീയം ക്ലാസ് മറക്കല്ലേ. പിന്നെ എല്ലാവരും തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിയാകുമ്പോ നാരായണീയം ക്ലാസ്. ഞാൻ എന്ത് ചെയ്തു? ഒറ്റ ക്ലാസ് ഞാൻ പറഞ്ഞ 10 മിനിറ്റ് താമസിച്ചാണ്. സോറി പ്രഭു, ഞാൻ വിളിക്കാൻ വിട്ടുപോയി. എനിക്ക് രാവിലെ മുതൽ കോളാണ്. 8 മണിയാകുമ്പോ നാരായണീയം ക്ലാസ്, ഓർമ്മയുണ്ട്. ഞാൻ ഒരു ക്ലാസ് 10 മിനിറ്റ് താമസിച്ചാണ്ട് രാവിലെ മുതൽ എനിക്ക് കോളാണ്. എനിക്കൊന്ന് ആദ്യർത്ത പ്രഭുവാണ് എല്ലാരോടും വിളിച്ചു പറഞ്ഞത്. ആ പ്രഭു മറക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വിളിച്ചു പറഞ്ഞ കാര്യം. അപ്പൊ ഇതെന്താ? കാരുണ്യമാണ്. എന്ത് ചെയ്യരുത്, ഞാൻ മറന്നു പോകുമെന്നുള്ള. അപ്പം കാരുണ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഭക്തനാവശ്യമില്ല. ഒരു മഹാദേവന്റെ മറ്റൊരു കഥ പറയാം. ബംഗാളില് മൈഥിലി കവി ഗോകുലം എന്നറിയപ്പെട്ടിരുന്ന വിദ്യാപതി എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയപ്പെടും, നമ്മളുടെ മലയാളത്തിൽ എഴുത്തച്ഛനൊക്കെ പോലെ വളരെയധികം പ്രശസ്തനായ കവിയാണ് വിദ്യാപതി എന്ന് പറയുന്നത്. മൈഥിലി ഭാഷയില് കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. മൈഥിലി കവി ഗോകുലം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഇദ്ദേഹം 14-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു.
ശിവഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കവിതകളും എഴുതിയിരിക്കുന്നത് മഹാദേവനെ സ്തുതിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രജാപതിയുടെ കവിതയിൽ സംപ്രീതനായ മഹാദേവൻ എന്ത് ചെയ്തു? വിദ്യാപതിയുടെ സേവകനായിട്ട് എന്ത് ചെയ്തു? വരാൻ തയ്യാറ്. അപ്പൊ മഹാദേവന്റെ ഞാൻ പറഞ്ഞ ആ ഒരു എന്തല്ല, ഞാൻ സേവനെ കഴിഞ്ഞാൽ ഞാൻ ചെറുതായി പോയി അത്തരം ഒരു എന്തല്ല അഹംഭാവം അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഭക്തന്റെ സേവകനാകാൻ എപ്പോഴും സന്നദ്ധനാണ്. അപ്പം വിദ്യാപതിയുടെ സേവകനായിട്ട് മഹാദേവൻ സ്വയം വന്നു. അപ്പം എന്നിട്ട് ഒരു സാധാരണ ഒരു ബാലകന്റെ, ഒരു ബ്രാഹ്മണ ബാലകന്റെ വേഷത്തിലാണ് വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് നിങ്ങൾ വലിയ കവിയാണ്, എനിക്ക് നിങ്ങളെ സേവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നിരവധി ഗ്രാമങ്ങൾ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി, വളരെ മറ്റൊരു ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, കുളങ്ങളൊന്നുമില്ലാത്തൊരു വരണ്ട ഭൂമികയിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? വിദ്യാപതിക്ക് വളരെയധികം ദാഹിച്ചു. വരണ്ട് തൊണ്ടയൊക്കെ വരണ്ട് വളരെ കഷ്ടത്തിലായി അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് അല്പം വെള്ളം വേണമെന്ന് എന്ത് ചെയ്തു? സേവകനായ ഉഗ്നയോട് പറഞ്ഞു. ഉഗ്ന എന്ന പേരോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? അപ്പോ ഉഗ്നയോട് പറഞ്ഞു, എന്ത് സേവക, എനിക്ക് അല്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? മരിച്ചു പോകുന്ന വളരെയധികം ദയനീയമായിട്ട് അപേക്ഷിച്ചു. അപ്പം ഉഗ്ന ആരാണ്? സ്വയം മഹാദേവനാണ്. അപ്പോ ഉഗ്ന എന്ത് ചെയ്തു? തന്റെ ജടയിൽ നിന്ന്, മഹാദേവന്റെ ജടയിൽ എപ്പോഴും ആരുണ്ട്? ഗംഗയുണ്ട്. അപ്പം ജടയിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു സ്ട്രാൻഡ് എടുത്തു, ഒരു അല്പം ജട എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത്? അവന്റെ മുടിയിൽ നിന്ന് ഗംഗ ഒഴുകാൻ തുടങ്ങി. അത് ഒരു കുടത്തിലാക്കിയിട്ട് എന്ത് ചെയ്തു? വിദ്യാപതിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ അത്ഭുതം. നീ വരണ്ട നാട്ടിൽ എവിടെ നിന്നാണ് ഇത്രയും ശുദ്ധമായ ഗംഗാജലം, അതും സാധാരണ ജലമല്ല, ഗംഗാജലം കൊണ്ടുവന്നത്? ഉഗ്നയെ വിദ്യാപതി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അവസാനം എന്ത് ചെയ്തു? ഗംഗാധരനായ സാക്ഷാൽ മഹാദേവനാണ് ഞാനെന്ന് വിദ്യാപതിയുടെ മുമ്പിൽ ആരെന്ത് ചെയ്തു? മഹാദേവൻ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ കവിതകൾ വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? എന്റെ കൂടെ കൂടി. അപ്പൊ അല്പനാള് നിന്റെ കവിതകൾ കേട്ട് നിന്നോടൊപ്പം കഴിയാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. നീ ഇത് ആരോടും പറയരുത്, ഞാൻ ആരാണ്, ഞാൻ മഹാദേവനാണെന്ന് നീ ആരോടും പറയരുത്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ എന്ത് ചെയ്യും? എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? വിദ്യാപതി മഹാദേവനെ, ഉഗ്ന എന്ന പേരോടുകൂടി മഹാദേവനെയും കൊണ്ട് നിരവധി നാടുകളിലേക്ക് ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിദ്യാപതിയുടെ ഭാര്യയുണ്ട്. അപ്പോ മഹാദേവനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വിദ്യാപതിക്ക് ഉഗ്നയെ കൊണ്ട് സേവകൾ ചെയ്യിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പൊ എന്തു പറ്റി? ഉഗ്നയെ മുകളിൽ ഇരുത്തിയിട്ട് വിദ്യാപതി എന്ത് ചെയ്തു? മഹാദേവന്റെ സേവകളും മറ്റുമൊക്കെ ചെയ്യാൻ ആരംഭിച്ചു. മഹാദേവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല. അദ്ദേഹം ആരാണ്? ഗുരുവാണ്. അപ്പം ഗുരുവിനെ, ദക്ഷിണാമൂർത്തിയാണ്. അപ്പം ഉയർന്ന സ്ഥാനത്ത് ഗുരുവിനെ ഇരുത്തിയിട്ട് വിദ്യാപതി മറ്റ് അദ്ദേഹത്തിന്റെ സേവകളെല്ലാം ചെയ്തു. അപ്പം വിദ്യാപതിയുടെ ഭാര്യയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി? ദേഷ്യം വന്നു. സേവകനായ അവനെ വെറുതെ ഇരുത്തുക, എന്നിട്ട് എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു എന്ന് എന്ത് ചെയ്തു? ഭാര്യ ചിന്തിച്ചു. ഭാര്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗ്നെ, മഹാദേവനെ എന്ത് ചെയ്തു? മോശം പറയാൻ വേണ്ടിയിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. നീ സേവകനായിട്ട് നീ എന്ത് ചെയ്യാൻ? എന്റെ ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു എന്നും മറ്റും പറയാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് വിദ്യാപതിക്ക് വിഷമമായി, വലിയ വിഷമമായിട്ട് അവസാനം ഭാര്യയുടെ വഴക്ക് സഹിക്ക വയ്യാതെ ഭാര്യയോട് എന്ത് ചെയ്തു? വിദ്യാപതി പറഞ്ഞു, ഇത് നീ ആരോടാണ് സംസാരിക്കുന്നത്? ഇത് സാക്ഷാൽ മഹാദേവനാണെന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പം മഹാദേവന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആരോടും പറയരുതെന്നുള്ളതായിരുന്നു കണ്ടീഷൻ. അപ്പം വിദ്യാപതി ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? മഹാദേവനോടൊന്ന് പ്രത്യക്ഷനായി പോയി. എന്ത് ചെയ്തു? അപ്പോഴാണ് വിദ്യാപതിക്കും ഭാര്യയ്ക്കും മനസ്സിലായത്, വിദ്യാപതിക്ക് തനിക്ക് പറ്റിയ അബദ്ധം, താൻ പറഞ്ഞു എന്നുള്ള അബദ്ധം. ഭാര്യയ്ക്ക് എന്ത് ചെയ്തു? മഹാദേവനോട് വഴക്കിട്ടു. അപ്പം രണ്ടുപേരും എല്ലാ ഗ്രാമങ്ങളായ ഗ്രാമങ്ങളിലും മുഴുവൻ മഹാദേവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. മഹാദേവന് പുതിയ പുതിയ കവിതകൾ എഴുതി, ഇതേ ഞാൻ പുതിയ കവിത എഴുതി എന്ന് പറഞ്ഞ് ഗ്രാമങ്ങൾ മുഴുവൻ മഹാദേവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒരു ദിവസം വിദ്യാപതിയുടെ സ്വപ്നത്തില് മഹാദേവൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഉഗ്നസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യും? നീ എന്നെ കാണും. അപ്പം ഇന്നും അവിടെ ഉഗ്നസ്ഥാനിൽ വെച്ച് വിദ്യാപതിക്ക് ദർശനം കൊടുത്ത ഉഗ്നസ്ഥാനീശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. അപ്പം ഒരു ഭക്തൻ, ഒരു സാധാരണ ഭക്തൻ, ഒരു കവിയുടെ ദാസനാവാൻ പോലും മടിയില്ലാത്ത ആളാണ് ആര്? മഹാദേവൻ. കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ ലക്ഷണം തന്നെ. എന്ന് മാത്രമല്ല, മഹാദേവൻ എപ്പോഴും എന്താണ്? ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുക, ഭക്തിക്ക് വേണ്ടിയിട്ട്
ചിന്തിക്കുക എന്നുള്ള തലത്തിൽ അദ്ദേഹം സ്വയം ഏറ്റവും ഉത്തമനായ ഭക്തൻ. അതുകൊണ്ടാണ് ശിവസഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ വന്ദേ ശംഭും ഉമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശുനാംഭതിം വന്ദേ സൂര്യശശാങ്ക വാഹിനി നയനം വന്ദേ മുകുന്ദപ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. മുകുന്ദനോട് അത്രയധികം പ്രിയമാണ്. മുകുന്ദനെ ഈശ്വരനായി കാണുന്നവനാണ് ആര്? മഹാദേവൻ. അപ്പോ ഭക്തിയിൽ ഉള്ളവരെ സഹായിക്കാൻ, ഭക്തന്മാരെ വിഷ്ണുഭക്തിയിലേക്ക് കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുവരാൻ സദാ സന്നദ്ധനായി നിൽക്കുന്നവനാണ് ആര്? മഹാദേവൻ. മറ്റൊരു കഥയുണ്ട്, വളരെ പ്രശസ്തമായ സനാതന ഗോസ്വാമിയുടെ കഥ. ആ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് 6ാമത്തെ ശ്ലോകം കൂടെ കഴിവതും എടുക്കാനായിട്ട് ശ്രമിക്കാം. ആ കഥയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. കാശിയിൽ ഒരു വലിയ ധനികനായ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. അല്ല, ധനികനാവാൻ താല്പര്യമുള്ള ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം ഇന്നും രാവിലെ എന്ത് ചെയ്യും? കാശി വിശ്വനാഥനെ ഗംഗയിൽ മുങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ഇനി ചെന്നിട്ട് കാശി വിശ്വനാഥനോട് പറയും, എനിക്ക് ധനം തരണേ ധനം തരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. അപ്പോ ഒരു ദിവസം ഇവന്റെ പ്രാർത്ഥന സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു? മഹാദേവൻ പ്രത്യക്ഷനായി. അങ്ങനെ ഉണ്ട് കേട്ടോ, ഭക്തി സഹിക്കാൻ വയ്യാതാവുക എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എപ്പോഴും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപും ഒക്കെ വരം കിട്ടിയത് എങ്ങനാ? കൊണ്ട് ശല്യപ്പെടുത്തിയിട്ടാണ്. അപ്പോ ഇവന്റെ ധനം വേണേ എന്നുള്ള പ്രാർത്ഥന അപേക്ഷ കേട്ടിട്ട് ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ മഹാദേവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായിട്ട് ഇവനോട് പറഞ്ഞു, നീ നേരെ എങ്ങോട്ട് പോവാ? ഞാൻ നിനക്ക് നേരിട്ട് ധനം തരത്തില്ല. അപ്പം ഇവനെ കണ്ട മഹാദേവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം. എന്നിട്ട് ഇപ്പൊ മഹാദേവനെ കണ്ട സമയം അവൻ അപേക്ഷിച്ചെന്താ? ഭഗവാനെ എനിക്ക് കൃഷ്ണഭക്തി തരണേ, എനിക്ക് വിഷ്ണു ഭക്തി തരണേ എന്നാണോ അവൻ അപേക്ഷിച്ചത്? അല്ല, പകരം എന്താ അപേക്ഷിച്ചത്? നീ നേരെ എനിക്ക് എന്തു വേണം? എനിക്ക് വലിയ ധനികനാവണം, ഈ പ്രപഞ്ചത്തിലെ വെച്ച് ഏറ്റവും വലിയ ധനം എനിക്ക് വേണമെന്ന് എന്ത് ചെയ്തു? മഹാദേവനോട് അപേക്ഷിച്ചു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, ഞാൻ നിനക്ക് നേരിട്ട് ധനം തരത്തില്ല, നീ നേരെ എങ്ങോട്ട് പോവാ? വൃന്ദാവനത്തിലോട്ട് പോവുക. വൃന്ദാവനത്തിൽ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ വലിയ ഭക്തനായ സനാതന ഗോസ്വാമി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വൃന്ദാവനത്തിലുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന് 2 കണ്ണുകളാണ് ഉള്ളത്, രൂപ സനാതന എന്ന് പറഞ്ഞ് 2 കണ്ണുകൾ. അപ്പൊ അതിൽ സനാതന ഗോസ്വാമി എവിടെ ഉണ്ട്? വൃന്ദാവനത്തിലുണ്ട്. നേരെ അങ്ങോട്ട് ചെല്ലുക. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം നിനക്ക് വേണ്ട എന്താണോ അത് നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അവിടെ അപ്രത്യക്ഷനായി. അദ്ദേഹം ഈ ധനികനാവാനുള്ള മുഖത്തിൽ എങ്ങോട്ട് എന്ത് ചെയ്തു? വെച്ച് പിടിച്ച് വൃന്ദാവനത്തിലോട്ട് യാത്രയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്തു പറ്റി? മഹാദേവൻ പറഞ്ഞതുപോലെ സനാതന ഗോസ്വാമി അവിടെ ഇരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണ്. നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സനാതന ഗോസ്വാമിയെ ദീർഘദണ്ഡവ പ്രണാമം ഒക്കെ അർപ്പിച്ചു കൊണ്ടിട്ട് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാന് അങ്ങയുടെ അടുക്ക വരാൻ പറഞ്ഞു. സനാതന ഗോസ്വാമി നോക്കിയിട്ട് ചോദിച്ചു, ആര് പറഞ്ഞു? കാശിന്ന് മഹാദേവൻ പറഞ്ഞിട്ട് വരിക. അപ്പോ സനാതന ഗോസ്വാമി പറഞ്ഞ, ബാക്കിയൊന്നും പറയണ്ട, എനിക്കറിയാം. എന്തുണ്ട്? ആ യമുനയുടെ തീരത്ത് ഞാൻ അവിടെ എന്തുണ്ട്? ഒരു ചിന്താമണി രത്നം ഞാൻ ഇവിടെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. നിനക്ക് ധനമല്ലേ നീ ആവശ്യപ്പെട്ട് വന്നിരിക്കുന്നത്? എന്തുണ്ട്? അവിടെ യമുനയുടെ തീരത്ത് ഒരു ചിന്താമണി രത്നം കിടപ്പുണ്ട്, നീ അത് പോയി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ചിന്താമണി രത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും ഇത്ര സ്വർണം വേണം, അല്ലെങ്കിൽ ഇത്ര വജ്രം വേണം, ഇത്ര ധനം വേണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പ്രത്യക്ഷമാക്കുന്ന രത്നമല്ലേ ഈ ചിന്താമണി രത്നം? അപ്പൊ സനാതന അതെ, അതെവിടെന്നാ പറഞ്ഞത്? യമുനയുടെ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കിടപ്പുണ്ട്. നീ പോയി അവിടെ കാണുന്ന സമയം തന്നെ നിനക്ക് മനസ്സിലാവും, അതീവ ശോഭയോടുകൂടി ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട് ചിന്താമണി രത്നം, നീ പോയി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ യമുനാ തീരത്തേക്ക് ഓടി. യമുനയുടെ തീരത്ത് ചെന്ന് നോക്കിയപ്പം അതീവ ശോഭയോടുകൂടി ചിന്താമണി രത്നം ഇങ്ങനെ കിടക്കുകയാണ്. ഇദ്ദേഹം ഓടിച്ചെന്ന് ചിന്താമണി രത്നം കൈക്കലാക്കി. ചിന്താമണി രത്നം കൈക്കലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചത്, ഈ സനാതന ഗോസ്വാമി ആളൊരു കള്ളനാണ്. കാര്യം എന്താ? ഇദ്ദേഹം ഈ ഇത്രയും വിലപിടിപ്പുള്ള ചിന്താമണി രത്നം നിസാരമായി യമുനാ തീരത്ത് ഉപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകണമല്ലോ. ഇപ്പം എൻ്റെ കയ്യില് ഞാൻ ചെമ്പിന്റെ പാത്രം വെളിയിൽ ഇടണമെങ്കിൽ എൻ്റെ കയ്യിൽ വെള്ളിയുടെ പാത്രം ഉണ്ടാവണം വീട്ടിനകത്ത്. ഞാൻ ഉപയോഗിക്കുന്ന വെള്ളിയുടെ പാത്രമായിരിക്കണം. ഞാൻ വെള്ളിയുടെ പാത്രം വീടിന് പുറത്ത് വെറുതെ ഉപേക്ഷിക്കണമെങ്കിൽ എൻ്റെ വീടിനകത്ത് സ്വർണത്തിന്റെ പാത്രം ഉണ്ടാകണം. അപ്പൊ ഇതേപോലെ വെറുതെ ചിന്താമണി രത്നം യമുനാ തീരത്ത് ഉപേക്ഷിക്കണമെങ്കിൽ ഇതിലും വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം എന്തുണ്ട്? സനാതന ഗോസ്വാമിയുടെ കയ്യിലുണ്ട്. അദ്ദേഹം നേരെ സനാതന ഗോസ്വാമിയുടെ അടുക്കിലേക്ക് പിന്നെയും ചെന്നു. അപ്പോ സനാതന ഗോസ്വാമിയുടെ അടുക്ക് ഇദ്ദേഹം ചോദിച്ചു,
ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ നിസാരമായിട്ട് ചിന്താമണി രത്നം ആ യമുനാ തീരത്ത് ഉപേക്ഷിച്ചിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇതിലും വിലപ്പെട്ട എന്തോ ഒരു സാധനം ഇല്ലേ, എനിക്ക് അത് തരണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ ചിന്ത വളരെ ശരിയാണ്. ചിന്താമണി രത്നത്തെക്കാൾ വിലപിടിപ്പുള്ള എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാനും തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വലിയ സന്തോഷം. ആ ചിന്താമണി രത്നത്തെക്കാളും വിലപിടിപ്പുള്ള സാധനം ആയിരിക്കുന്നല്ലോ. അപ്പൊ പറഞ്ഞു, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ഈ ചിന്താമണി രത്നം എവിടെ നിന്നാണോ കിട്ടിയത് അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടിട്ട് ഒന്നുകൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹം അതേപോലെ തന്നെ എവിടെ നിന്ന് കിട്ടിയോ അതേ സ്ഥാനത്ത് തന്നെ ചിന്താമണി രത്നം കൊണ്ടുവന്നിട്ടിട്ട് ഈ ബ്രാഹ്മണൻ പിന്നെയും വന്നു. അപ്പം സനാതന ഗോസ്വാമിയോട് ചോദിച്ചു, ആ വേഗം ആ വിലപിടിപ്പുള്ള സാധനം തരാൻ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, ബ്രാഹ്മണനെ അടുക്കിലേക്ക് വിളിച്ചിട്ട് ചെവിയില് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചെവിയിൽ പറഞ്ഞു കൊടുത്തു. സനാതന ഗോസ്വാമിയെ പോലെ ഉത്തമനായ ഒരു വൈഷ്ണവന്റെ നാവിൽ നിന്നും ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ട നിമിഷം എന്തു പറ്റി, അദ്ദേഹത്തിന് ഭൗതികമായ താല്പര്യങ്ങളെല്ലാം നഷ്ടമായിട്ട് അദ്ദേഹത്തിന്റെ പത്മപാദങ്ങളിലേക്ക് നമസ്കരിക്കുകയും അവനായ ഒരു വൈഷ്ണവനായി മാറുകയും ചെയ്തു. സനാതന ഗോസ്വാമി പറഞ്ഞു, നീ മറ്റെന്റെ ശിഷ്യരെല്ലാം സൈഡിൽ ഇരിക്കുന്ന കണ്ടില്ലേ, നീ അങ്ങോട്ടേക്ക് പോയിരിക്കാൻ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അദ്ദേഹം മറ്റ് ശിഷ്യന്മാരോടൊപ്പം അവിടെ വശത്തേക്ക് പോയിരുന്നു. അപ്പം അടുത്ത ആൾ എന്ത് ചെയ്തു, വേറൊരാള് സനാതന ഗോസ്വാമിയുടെ കുടിലിന്റെ വാതിക്കല് വന്നെത്തി. സനാതന ഗോസ്വാമി പിന്നെ എന്ത് ചെയ്തു, കണ്ണു തുറന്നു നോക്കി, എന്താ വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാശിന്ന് മഹാദേവൻ പറഞ്ഞു വിട്ടതാണെന്ന്. സെയിം സ്റ്റോറി റിപ്പീറ്റ്. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം മഹാദേവൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ആളുകളെ പിന്നെയും പിന്നെയും വൃന്ദാവനത്തിലോട്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ മഹാദേവന്റെ അടുക്കൽ ധനം ആഗ്രഹിച്ച് വരുന്നവരെല്ലാം മഹാദേവൻ എന്ത് ചെയ്യും, മഹാദേവനും സനാതന ഗോസ്വാമിയും തമ്മിലുള്ള ടൈപ്പാ. എന്റെ അടുക്കെ ധനം ആഗ്രഹിച്ച് വരുന്നവർ എന്ത് ചെയ്യും, എന്റെ അടുക്കിലേക്ക് ഇടും, നീ എന്ത് ചെയ്യുക, അവർക്ക് വിഷ്ണു ഭക്തി കൊടുക്കുക എന്നുള്ള. അപ്പം ഇങ്ങനെ എന്താണ്, നമുക്ക് ഭഗവാനോട് മഹാദേവനോട് ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ധനം എന്താണ്, ഒരു ധനവുമല്ല, ഭക്തി തരണേ ഭഗവാനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലയേറിയ. അപ്പൊ അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ധനത്തിന്റെയും ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റു ധനങ്ങളെല്ലാം അതിന്റെ മുമ്പിൽ എന്താണ്, പ്രസക്തമായി പോകും. പറഞ്ഞു വന്നത് എന്താണ്, അപ്പോ ഈ ബാണന്റെ കോട്ടയുടെ വാതുക്കൽ ആരാണ് കാവൽ നിൽക്കുന്നത്, ഈ പറഞ്ഞ മഹാദേവനാണ്. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഭക്തന്റെ കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ എന്ത് ചെയ്തു, ബാധ്യസ്ഥനായി അദ്ദേഹം. അപ്പം അതാ പ്രീപാല ശൈലപ്രിയ ദുഹിതദോസ്യ ഭഗവാൻ സമം ഭൂതഭ്രാതൈ രീതികലപ്പ്. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ കാവൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ യദുക്കളോടൊപ്പം ബാണന്റെ നഗരത്തിന് ശോണിതപുരത്തിലേക്ക് യുദ്ധത്തിന് വന്നിരിക്കുന്ന യദുക്കളോട് യുദ്ധം ചെയ്യാൻ ആര് ബാധ്യസ്ഥനായി, മഹാദേവൻ ബാധ്യസ്ഥനായി. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. യദുബലം അശങ്കം നിരുദ്ധേ മഹാപ്രാണബാണ അതികരുത്തനായ ബാണാസുരൻ യുയുദ്ധാനേന യുയുദ്ധേ സാത്വികിയോട് യുദ്ധം ചെയ്തു. യുയുദ്ധാനൻ എന്നറിയപ്പെടുന്ന സത്യകന്റെ മകനായ സാത്യകിയോട് എന്ത് ചെയ്തു, യുദ്ധം ചെയ്തു. ആര്, ബാണൻ. പിന്നെന്താണ്, ഗുഹപ്രദ്യുമ്നേന, ഗുഹൻ അതായത് സ്കന്ദൻ, മുരുകനോട് ആരാണ് യുദ്ധം ചെയ്തത്, പ്രദ്യുമ്നൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നൻ എന്ത് ചെയ്തു, ഗുഹനോട് സ്കന്ദനോട് യുദ്ധം ചെയ്തു. ത്വം അപി പുരഹന്ദ്ര ജഗടിഷേ, അങ്ങ് സാക്ഷാൽ മഹാദേവനോടും യുദ്ധം ചെയ്തു. അപ്പൊ ഘോരമായ യുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള യുദ്ധം എത്ര ഭയങ്കരമായ യുദ്ധമായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ രണ്ടുപേരും വളരെയധികം നമ്മളെന്ന് വിചാരിക്കുന്നത് പോലെ തീവ്രമായ രൗദ്രമായ അല്ലെങ്കിൽ രാജസികമായ തലത്തിലല്ല ഇവർ യുദ്ധം ചെയ്യുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രിയമുള്ള ആളുകളാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവകനും വലിയ ഭക്തനുമാണ് ആര്, മഹാദേവൻ. അപ്പം അദ്ദേഹം എങ്ങനെ ആയിരിക്കും യുദ്ധം ചെയ്തിട്ടുണ്ടാകുക, ഭഗവാനെ അത്ര പ്രേമത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, യുദ്ധം ചെയ്തിട്ടുണ്ടാകുക. ഭീഷ്മര് ഭഗവാനോട് യുദ്ധം ചെയ്യുന്ന സമയം ആ ഒരു ഭാഗം വർണ്ണിക്കും ആചാര്യന്മാര്. ഭീഷ്മര് ശരങ്ങള് കൊണ്ട് എന്താണ്, അർജുനന്റെ തേരിന് നേരെയാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ അർജുനന്റെ ദേഹത്ത് ഒരു ശരം പോലും എന്ത് ചെയ്യത്തില്ല, വീഴത്തില്ല. എന്നാൽ ഇത് മുഴുവൻ ആരാണ് ഏറ്റെടുക്കുന്നത്, ഭഗവാനാണ് ഏറ്റെടുക്കുന്നത്. ആ സമയം രക്തവും ഭീഷ്മരുടെ ശരങ്ങളും പൊടിയും ഒക്കെ നിറഞ്ഞൊരു പ്രത്യേകതരം അലങ്കാരം, അഴിഞ്ഞ ചുരുണ്ട മുടികളോടൊക്കെ ആയിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യം ഭീഷ്മര് സ്തുതിക്കും.
ഭീഷ്മര് പറയും, ഇത്രയും അധികം ഭഗവാനെ കൃഷ്ണ, നിനക്ക് ഇത്ര മനോഹരമായ അലങ്കാരം ഇതിനു മുമ്പേ ആരും തന്നിട്ടുണ്ടാവില്ല. ആരാ? ഭീഷ്മരാ ശരങ്ങൾ അയച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭഗവാനോട് പറയുന്നത്, ഈ സ്വരൂപത്തിൽ ഭഗവാനെ എനിക്ക് എന്നും നിന്റെ രൂപം ഉള്ളിൽ ഉണ്ടാകണേ എന്ന് എന്ത് ചെയ്തു? ഭീഷ്മരുടെ പ്രാർത്ഥനയുണ്ട്. ഈ രക്തം, പൊടിയും അഴിഞ്ഞ മുടിയും വിയർപ്പും ഒക്കെ ശരങ്ങളും ഒക്കെ ധരിച്ചു കൊണ്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപം. അപ്പൊ അതേപോലെ അതേ ഭാവത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള യുദ്ധം നടന്നിട്ടുണ്ടാവുക. അപ്പോ നമുക്കിത് ഭൗതികമായ തലത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ ആധ്യാത്മികമായ തലത്തിലുള്ള യുദ്ധമാണ്. അപ്പോ എന്ത് ചെയ്തു? പ്രകാരം മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ യുദ്ധം നടന്നു. ഇതാണ് 5ാമത്തെ ശ്ലോകം. അപ്പൊ 5ാമത്തെ ശ്ലോകം ആരെങ്കിലും ഒരു 3 മാതാജിമാരൊന്ന് വേഗം ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ. 6ാമത്തെ എടുക്കാൻ സമയമുണ്ടോ? ഹരേ കൃഷ്ണ. പുരിപാദശൈലപ്രിയ ദുഹൃനാഥോ അസ്യ ഭഗവാൻ സമ ഭൂതവൃതൈര്യതുബലാശംഖം നിരുരുതേ മഹാപ്രാണോ ബാണോ ധൃതി യുയുധാനേന യുയുധേ ഗുഹപ്രത്യുപ്നേന ത്വമവി പുരഹന്ദ്രാ ജഗടിഷേ. ഹരേ കൃഷ്ണ മാതാജി. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പുരീപാലശൈലപ്രിയ ദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതപ്രാതൈ യദുബലമശങ്കം നിരുരുദേ മഹാപ്രാണോ ബാണോ ജഡിതി യുയുധാനേന യുയുധേ മുഖപ്രത്യുപ്നേന ത്വമപി പുരഹന്ത്ര ജഗടിഷേ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരീപാലശൈലപ്രിയ ദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതപ്രാതൈര്യദുബലം അശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ധരിതി യുധാനേന യുധേ ഗുഹപ്രത്യുമ്നേന ത്വമവി പുരഹന്ത്ര ജഗടിഷേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 6ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി താവസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. ഇതാണ് 1ഉം 2ഉം വരികൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി താവസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. 1ഉം 2ഉം വരികൾ. നിരുദ്ധാ ശേഷാസ്ത്രേ മുമുഹുഷി താവസ്ത്രേണ ഗിരിശേ. എന്നോട് ശ്രദ്ധിക്കാം. നിരുദ്ധാ ശേഷാസ്ത്രേ മുമുഹുഷി താവസ്ത്രേണ ഗിരിശേ. 1ാമത്തെ വരി. 2ാമത്തെ വരി. ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. എന്നോട് ശ്രദ്ധിക്കാം. ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. ഇതാണ് 1ഉം 2ഉം വരികൾ. 3ഉം 4ഉം വരികളും ശ്രദ്ധിക്കാം. പരാസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ബാണ്ഡം നവമിവ ബലേനാശു ബിബിധേ. ശ്രദ്ധിക്കാം. പുരസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ബാണ്ഡം നവമിവ ബലേനാശു ബിബിധേ. ശ്രദ്ധിക്കാം. പുരസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ബാണ്ഡം നവമിവ ബലേനാശു ബിബിധേ. 3ഉം 4ഉം വരികൾ ഒരുമിച്ച് ചൊല്ലാം. പുരസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ബാണ്ഡം നവമിവ ബലേനാശു ബിബിധേ. ഒരുമിച്ച് 6ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി താവസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാ. പുരസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ
സകുംഭാണ്ഡോ ബാണ്ഡം നവമിമ ബലേനാശു ബിബിധേ. ഇതാണ് 6ാമത്തെ ശ്ലോകം. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? യുദ്ധത്തിൽ കൃഷ്ണന്റെ അസ്ത്രങ്ങളാൽ ശിവഭഗവാൻ അല്പനേരം വിവശനായി. അപ്പം നമ്മളിത് പറയുന്ന സമയം മനസ്സിലാക്കുക, നമ്മൾ ഭൗതികമായ തലത്തിൽ കൃഷ്ണൻ ശിവനെ തോൽപ്പിച്ചേ, അതല്ല. അവരുടെയൊക്കെ ആധ്യാത്മികമായ തലം. അപ്പം മഹാദേവൻ എന്ത് ചെയ്യും? ഭഗവാനുമായിട്ട് സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ ആ ഒരു ഭക്തന്റെ ഭാവമാണ്, ഒരു ദാസ്യഭാവത്തിലാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മഹാദേവനെ ആർക്ക് വിവശനാക്കാൻ സാധിക്കും? ശ്രീകൃഷ്ണ ഭഗവാന് വിവശനാക്കാൻ സാധിക്കും. അപ്പം മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും ആര് വിവശനായി? മഹാദേവൻ വിവശനായി. അതോടെ ഭൂതഗണങ്ങൾ പേടിച്ചോടി. ഇത് മഹാദേവൻ വിവശനായത് കണ്ട ഭൂതാ ധൃത എന്ത് ചെയ്തു? ഭയചകിതരായിട്ട് ഭൂതഗണങ്ങള് ധൃത ഓടിപ്പോയി. പ്രമഥകുല വീര പ്രമഥിത, പ്രമഥഗണങ്ങൾ തോൽപ്പിക്കപ്പെട്ടു. സ്കന്ദപുര പരാസ്കന്ദത് എന്ത് ചെയ്തു? സുബ്രഹ്മണ്യൻ യുദ്ധക്കളം വിട്ടു. സജീവ സവ മന്ത്രിയായ കുംഭാണ്ഡനാകട്ടെ കുസുമശരബാണൈ പ്രദ്യുമ്നന്റെ അസ്ത്രങ്ങളാൽ നവഭാണ്ഡം ഇവ പുതിയൊരു മൺപാത്രം പോലെ ആശുബിബിതേതു തകർന്നു പോയി. അതായത് ഭാണ്ഡൻ തോറ്റുപോയി. ആരുടെ മുമ്പിൽ? പ്രദ്യുമ്നന്റെ മുന്നിൽ. അപ്പം അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശ്ലോകത്തിൽ ഇരിക്കുന്നത്. അപ്പം മഹാദേവൻ ആരുടെ മുമ്പിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? എന്റെ ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു. എന്തു പറ്റി? അദ്ദേഹം മഹാദേവൻ അടിയറവ് പറയുന്നുണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സ്കന്ദനും മറ്റ് ഭൂതഗണങ്ങളെല്ലാം എന്ത് ചെയ്തു? അവിടെ നിന്ന് അപ്രത്യക്ഷരായി. അപ്പം നമ്മൾ ഇവര് തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ആധ്യാത്മികമായ തലത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ത്? ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുക, ഭഗവാന്റെ മുമ്പിൽ പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുന്നത്. അപ്പം മഹാദേവൻ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ത് ചെയ്ത് ലഭിച്ചത്? ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി ചെയ്യാൻ തന്റെ ഭക്തനായ വാണൻ വഴി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതിനെ തെറ്റിദ്ധരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എന്തുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊരു കുഞ്ഞിക്കിളിയുടെ കഥയുണ്ട്. ഒരു കാട്ടിൽ ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേഗം നിർത്താം. ഒരു കാട്ടിൽ ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. അപ്പോ കാട്ടിൽ ഇങ്ങനെ കുഞ്ഞിക്കിളി ഇങ്ങനെ ചാടി ചാടി ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കാലനുണ്ടല്ലോ, യമൻ, അദ്ദേഹം വനത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് കാലൻ കുഞ്ഞിക്കിളിയെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. എന്ത് ചെയ്തു? പോകുന്ന വഴിക്കൊന്ന് ചിരിച്ചു, അത്രേ ചെയ്തുള്ളൂ. എന്നിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. പക്ഷേ കുഞ്ഞിക്കിളിക്ക് എന്തു പറ്റി? പേടിയായി. കാരണം ചിരിച്ചിരിക്കുന്ന ആരാണ്? യമരാജാവാണ്. കാലനാണ് ചിരിച്ചിരിക്കുന്നത്. കുഞ്ഞിക്കിളിക്ക് പേടിയായി. കുഞ്ഞിക്കിളി നേരെ എന്ത് ചെയ്തു? പക്ഷി രാജാവായ ഗരുഡന്റെ അടുക്കലേക്ക് ചെന്നു. ഗരുഡന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്ത്? എന്നെ വനത്തിൽ ഞാൻ ഇരുന്ന സമയം യമരാജാവ് എന്നെ നോക്കിയിട്ട് ചിരിച്ചു എന്ന്. ഗരുഡൻ പറഞ്ഞു, ഇത് ആകെ പ്രശ്നമാണ്. കാരണം ചിരിച്ചിരിക്കുന്ന ആരാണ്? കാലനാണ് ചിരിച്ചിരിക്കുന്നത്. അപ്പൊ നിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ്? അങ്ങനെ രക്ഷിക്കുവോ? അങ്ങനെ ഇതിൽ നിന്ന് ഈ കാലന്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ സംരക്ഷിക്കാം. എനിക്ക് ഇത്രയും വലിയ ചിറകുണ്ട്, എന്ത് ചെയ്യാം, എനിക്ക് കാലൻ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ അറിയാം എന്ന് എന്ത് ചെയ്തു? കിളിയോട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? കുഞ്ഞിക്കിളിയെ റാഞ്ചി എടുത്തുകൊണ്ട് 7 മലകൾക്കപ്പുറം 7 കടലിനപ്പുറം ഒരു കുഞ്ഞു ദ്വീപിനകത്തിൽ ഒരു മരപ്പൊത്തിനകത്തിൽ എന്ത് ചെയ്തു? കുഞ്ഞിക്കിളിയെ കൊണ്ടുവന്നിട്ട് ഗരുഡൻ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ച് കാട്ടിലോട്ട് വന്നു. അപ്പം ഗരുഡൻ തിരിച്ച് കാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയ യമരാജാവ് തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പം രാജാവിനോട് ഒരല്പം സന്തോഷത്തിലും കുറച്ച് കുഞ്ഞിക്കിളിയെ രക്ഷിച്ച ആ ഒരു അഹങ്കാരത്തിലും ഗരുഡൻ ചോദിക്കുക, അങ്ങ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ പാവം കുഞ്ഞിക്കിളിയെ നോക്കി ചിരിച്ചായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം യമരാജാവ് പറഞ്ഞതേ, ഞാൻ ചിരിച്ചായിരുന്നു. അപ്പം ഗരുഡൻ ചോദിച്ചു, എന്തിനാ അങ്ങ് ചിരിച്ചത് എന്നുള്ള, അതായത് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് ചിരിച്ചെന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു? ചോദിച്ചു. അപ്പം യമരാജാവ് പറഞ്ഞു, ഈ കുഞ്ഞിക്കിളി 7 മലകൾക്കപ്പുറം 7 കടലിനപ്പുറം ഒരു കുഞ്ഞ് ദ്വീപിൽ ഒരു മരപ്പൊത്തിൽ ഇരുന്ന് പാമ്പിന്റെ കടി കൊണ്ട് ചാവണ്ട കുഞ്ഞിക്കിളിയാണ്. ആ കുഞ്ഞിക്കിളി ഈ കാട്ടിനകത്തില് എന്ത് ചെയ്യാന്ന് ഓർത്തിട്ടാണ് എന്ത് ചെയ്തത്? ഞാൻ അങ്ങോട്ട് പോയപ്പോ ചിരിച്ചതെന്ന്.
ഇത് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്? ഗരുഡന് താൻ ചെയ്ത അബദ്ധം എന്താണെന്ന് മനസ്സിലായത്. യഥാർത്ഥത്തിൽ വിധിക്ക് വിധേയമായിട്ട് കൃത്യസമയത്ത് ആ കുഞ്ഞുക്കിളി എന്ത് ചെയ്തു? ആ ദ്വീപിലെ മരപ്പൊത്തിനകത്തിൽ ആര് കൊണ്ടുവന്ന് വെച്ചു? ഈ ഗരുഡൻ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ ശരണാഗതി പ്രാപിക്കേണ്ട ആളിനെ കൃത്യമായും പ്രാപിച്ചില്ലേ എന്ത് പറ്റും? തെറ്റായ ആളുകൾ അല്ലെങ്കിൽ മോശപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ കുഞ്ഞുകിളിയുടെ അവസ്ഥയായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം ബാണൻ എന്താ ചെയ്തത്? ശരണാഗതി. ഏറ്റവും വലിയ ഭഗവാൻ മഹാദേവൻ തന്നെ പറയുന്നുണ്ട് ശിവരാണത്തിൽ ആരാധനാനാം സർവേഷാം വിഷ്ണു ആരാധനം പരംന്ന് ആര് പറയുന്നുണ്ട്? മഹാദേവൻ പറയുന്നുണ്ട്. പക്ഷെ ബാണൻ എന്താ ചെയ്തത്? ഭഗവാനെ ശരണാഗതി പ്രാപിക്കേണ്ടതിന് പകരം മഹാദേവനെ പ്രാപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ മഹാദേവനോട് എന്താ ചോദിക്കേണ്ടത്? എന്താ? ഭൗതികമായ എന്റെ കോട്ടയ്ക്ക് കാവൽ നിൽക്കാവുന്നുള്ളതാണോ ചോദിക്കേണ്ടത്? അല്ല, എനിക്ക് കൃഷ്ണഭക്തി മഹാദേവ, അയ്യോ പരമഭക്തനായ മഹാദേവ, എനിക്ക് കൃഷ്ണഭക്തി തരണേ എന്നുള്ളതാണ് എന്ത് എന്നോട് ചോദിക്കേണ്ടത്. പകരം തെറ്റായ രീതിയിൽ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിക്കിളിയുടെ അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? നമുക്കെല്ലാം കാത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യും. കൃഷ്ണ പങ്കെടുത്ത എല്ലാവർക്കും ഹരേ കൃഷ്ണ. പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രഭുവിനോട്. എല്ലാം മനസ്സിലായി. ഓക്കെ, താങ്ക് യു പ്രഭു. സമയം 9 എല്ലാരും വരിക, മുടങ്ങാതെ നമുക്ക് ഈ സത്സംഗം കിട്ടണം. അതുകൊണ്ട് പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. നമോ നമ. हरे कोटि वैष्णव वृंद की हरिनाम संकीर्तन के हरे कृष्णा महामंत्र के शिल प्रभुपाद की जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा हरे कृष्णा. നാളെ രാവിലെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ശുഭരാത്രി, ശുഭദിനം. ഹരേ കൃഷ്ണ.